ഒരുപാട് വട്ടം ആളുടെ മുഖം നമ്മൾ കാണിക്കുന്നത്, അഭിനയിക്കാൻ ലാലേട്ടന് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ എല്ലാവരും പറയുന്ന കാര്യമായിരുന്നു. കാരണം ഇൻ മൂവീസ് ഇഫ് യു ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി, ഏജിങ്ങിനെ വളരെയധികം നെഗറ്റീവ്ലി കാണുന്നൊരു ഇൻഡസ്ട്രിയാണത്. കാരണം അവരുടെ അൾട്ടിമേറ്റ് വ്യൂവേഴ്സായ ആൾക്കാർക്കും ഏജിങ്ങിനോട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അതിനൊരു പ്രഷറാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക്. ഏജ് തോന്നുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു അച്ചീവ്മെൻറ്റുമാണ്. നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ എത്രയോ ഷോട്ടുകളിൽ ഇറ്റ്സ് ജസ്റ്റ് ഹിസ് ഫേസ്, അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്നും എന്താണ്. ലാസ്റ്റത്തെ ഒരു ഷോട്ടുണ്ട്, അതിൽ മുഖം മറയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ ആളൊന്നും പറയുന്നില്ല. അത് പറയുന്നതെന്നാണ് എനിക്ക് വായിൽ വരുന്നത്. ആളൊന്നും പറയുന്നില്ല, ആൾ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിലെ ക്ലൈമാക്സിൽ ഇനിയും തുടരും എന്നെഴുതിയതിൽ എനിക്ക് തോന്നിയത്, ബെൻസ് എന്നുള്ള ആൾ ഈ ഒരു കൊലപാതകം ചെയ്തതിന്, അതായത് മകൻ്റെ കൊലപാതകം ചെയ്തതിന് സാഹചര്യ തെളിവുകളിൽ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ജോർജിൻ്റെ മകളെ അവസാനത്തെ ഷോട്ടിൽ ബെൻസിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ജോർജിനെതിരെ മൊഴി പറയാൻ നല്ല രീതിയിൽ സാഹചര്യമുണ്ട്. പിന്നെ ആ കാറിന് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ അല്ലെങ്കിൽ ബെൻസിൻ്റെ കഥ തുടർന്നുകൊണ്ടിരിക്കും. ആസ് ആൻ ആക്ടർ മോഹൻലാലിൻ്റെ കഥയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു എൻഡിങ്ങിലാണ് തുടരെ നിർത്തിയിരിക്കുന്നത്.